ഇതിലൂടെ സമഗ്രനെ സ്നേഹമുള്ള സദസ്സിലെ സഹോദരവും വിവാദത്തിൻ്റെ പേരിൽ സംസാരിക്കാനാണ് ഞാൻ ഒരു 10 കൊല്ലം മുമ്പ് പ്രതിനിധിയോട് പറഞ്ഞിരുന്നു. ഞങ്ങളുടെ തൊഴിലാളികൾ പ്രതിനിധികൾ നടത്തിയ തൊഴിലാളികൾ ഉദ്ഘാടനം ചെയ്യാൻ വന്നതിന് ശേഷമാണ് എനിക്ക് ആശയമാണ്. അതായത് 3 തൊഴിലാളികൾ ഇവിടെ 7 തിരുനാൾ നടത്തിക്കൊണ്ട് ഈ പണിയിൽ 3 തൊഴിലാളികൾ നടത്തുന്നു. ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വിളിച്ചപ്പോൾ ഞാൻ ഒരു ആശയം മനസ്സിലാക്കി. അതായത് നമ്മുടെ തീരദേശത്തെ മണ്ഡലം വഴിയുള്ള സാംസ്കാരിക കലാപൈതൃകങ്ങളോട് പ്രതിനിധിയുടെ ഒരു അഭിരുചി ഉണ്ടല്ലോ. അതുകൊണ്ട് ഈ മേഖലയിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വിവാസം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ പ്രതിനിധികളോട് സഹായം ചോദിക്കാമെന്നോ നമ്മുടെ അച്ഛന്മാരെല്ലാം തന്നെ മൺമറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് കലകളും അതുപോലെ സംഭവിച്ചിരിക്കുകയാണ്. ഇതിനൊന്ന് കേന്ദ്രീകരിച്ച് ഈ ആശാന്മാരെ അവിടെ വെൽഫെയറിന് വേണ്ടി അവിടെ ചികിത്സാ സഹായം, അവിടെ പെൻഷൻ, അതുപോലെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു സമ്പ്രദായ സ്കൂള്, പുത്തന്മാരെ അമ്മാനും ദേവാസുകളെ അങ്ങനെപ്പാട്ട് കല്ലുകുട്ടികളി ഒത്തിരി കലാരൂപങ്ങൾ ഇങ്ങനെ നമ്മൾ സത്യത്തിലേക്ക് അന്ന് അന്യം ചെയ്യാൻ സാധ്യതയുണ്ട്. ഞാൻ 10 പേരോട് ഞങ്ങൾക്ക് ഇതിൽ അല്പം പരിചയമുണ്ട്. ഇതൊരു സ്ഥാപനം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കലകളിൽ ചെറിയ സ്ഥലമുണ്ട്. പ്രതിനിധികൾ ഒന്ന് സഹായിച്ചാൽ നമ്മുടെ സ്ഥാപനം ചെയ്ത് നമ്മുടെ ഇത് ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ നമ്മുടെ ടീച്ചേഴ്സുകാരെ വീടെടുക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു. പതിനേഴ് ചോദിച്ചു ഞാൻ എത്ര രൂപ വേണ്ടി വരുന്നു. ഞാൻ മനസ്സിലായ തൽക്കാലം ഒരു 3 ലക്ഷം രൂപ മതിയാകും. അപ്പോൾ പ്രതിനിധികളോട് ഞാൻ ചെറിയ കണക്കറിയില്ല. അതിനൊരു പ്രോഗ്രാം പോകാൻ നമുക്ക് വേണ്ടത് ആദ്യമായിട്ട് അത് ഞാൻ ചെയ്തു തരാവുന്നതാണ്. എനിക്ക് തോന്നുന്നത് ഒരു 7 ലക്ഷം രൂപ കൂടുതലായിട്ടുണ്ട് ആ പ്രോഗ്രാം പോയിട്ട്. പക്ഷേ അന്ന് കുറേയധികം ആൾക്കാരെ കൊല്ലയോട് പറഞ്ഞു ഇത് കൊണ്ടത്തിലാണ്, ഇതുകൊണ്ടൊന്നും നടക്കണില്ല, ഇത് കാശ് വെള്ളക്കാരിൽ കഴിക്കുന്ന പോലെയാണ്. പക്ഷെ ഒരു കാര്യം വ്യക്തമുണ്ട് സുഹൃത്തുക്കളെ, ഇന്ന് അഭിമാനത്തോട് നമുക്ക് പറയാം, ഗവൺമെന്റ് അംഗീകരിച്ച ഒരു സിലബസ്, ഗവൺമെന്റ് സിലബസ് ഫോളോ ചെയ്യുന്ന ഗവൺമെന്റ് സിലബസ് സർട്ടിഫിക്കറ്റ് കോഴ്സ് നടത്തുന്ന കേരളത്തിലെ ആദ്യത്തെ തൊഴിലാളി സ്കൂളാണ്. 63 കുട്ടികൾ ഇപ്പോൾ അവിടെ പഠിക്കുന്നുണ്ട്. ഇതാണ് തന്നെ എൻ്റെ ഫയൽ മേടിച്ച് ഒപ്പിട്ട് DPI കൊടുത്തിട്ടാണ് ഈ വർഷം കൽപ്പനാകത്ത് മത്സര ഇനമാക്കി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിന്റെ വെളിച്ചത്തിൽ KCBC അടുത്ത